260 പേരുടെ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെതിരെ പൈലറ്റുമാരുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ്. അപകടത്തിന് പിന്നിൽ വിമാനത്തിലുണ്ടായ ഗുരുതരമായ സാങ്കേതിക വൈദ്യുതി തകരാറുകളാണെന്നും എന്നാൽ അന്വേഷണ ഏജൻസിയായ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇത് മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണെന്നും സംഘടന ആരോപിച്ചു. അന്തിമ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുൻപ് കൃത്യമായ സിമുലേറ്റർ പരിശോധനകൾ നടത്തണമെന്നാണ് പൈലറ്റുമാരുടെ ആവശ്യം. വിമാനത്തിന്റെ 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമാകുന്നതിന് മുൻപ് തന്നെ കോക്പിറ്റിൽ വലിയ രീതിയിലുള്ള വൈദ്യുതി തകരാറുകൾ സംഭവിച്ചിരുന്നെന്ന് സംഘടന ചൂണ്ടിക്കാണിക്കുന്നു. കോക്പിറ്റിൽ ഉയർന്ന ഓഡിയോ അലേർട്ടുകളും കൺട്രോൾ മെസ്സേജുകളും കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ പ്രാഥമിക റിപ്പോർട്ടിൽ ഈ വിവരങ്ങൾ അന്വേഷണ സംഘം ബോധപൂർവം ഒഴിവാക്കിയെന്ന് FIP പ്രസിഡന്റ് ക്യാപ്റ്റൻ സുരീന്ദർ റൺദാവ ആരോപിച്ചു. വിമാനത്തിന്റെ വാൽ ഭാഗത്തിന് പുറമെ വലിയ കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല. എന്നാൽ വാൽവ് ഭാഗത്ത് തന്നെയുള്ള വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ബ്ലാക്ക് ബോക്സ് മാത്രം കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് വിമാനത്തിനുള്ളിലുണ്ടായ ഷോർട്ട് സർക്യൂട്ട് പോലുള്ള വലിയ വൈദ്യുത തകരാറിലേക്ക് വിരൽ ചൂണ്ടുന്നു. അടിയന്തര ഘട്ടത്തിൽ വിമാനത്തിൽ വൈദ്യുതിയും ഹൈഡ്രോളിക് മർദ്ദവും വീണ്ടെടുക്കുവാൻ സഹായിക്കുന്ന റാം എയർ ടർബൈൻ പുറത്തേക്ക് വന്ന് പ്രവർത്തിക്കുവാൻ കുറഞ്ഞത് 18 സെക്കൻഡ് എടുക്കും. ബോയിംഗ് 787 സിമുലേറ്ററിൽ അന്താരാഷ്ട്ര പൈലറ്റുമാരുടെ സഹായത്തോടെ നടത്തിയ 10 പരീക്ഷണങ്ങളിൽ നിന്നാണ് സംഘടന ഇത് കണ്ടെത്തിയത്. എന്നാൽ എഞ്ചിൻ ഓഫായി വെറും 4 സെക്കൻഡിനുള്ളിൽ ഇത് പ്രവർത്തിച്ചു എന്ന അന്വേഷണ റിപ്പോർട്ടിലെ അവകാശവാദം സാങ്കേതികമായി തെറ്റാണെന്ന് പൈലറ്റുമാർ പറയുന്നു. 2009 അമേരിക്കയിലെ ഹഡ്സൺ നദിയിൽ വിമാനം സുരക്ഷിതമായി ഇറക്കിയ ക്യാപ്റ്റൻ സള്ളി സുള്ളൻബർഗയുടെ സംഭവം ഓർമ്മിപ്പിച്ചാണ് സംഘടന വ്യോമയാന മന്ത്രാലയത്തിന് കത്തയച്ചിരിക്കുന്നത്. അന്ന് പൈലറ്റിന്റെ പിഴവാണെന്ന് ആദ്യം ആരോപിച്ച അന്വേഷണ ഏജൻസികൾ പിന്നീട് 30-ലധികം സിമുലേറ്റർ ടെസ്റ്റുകൾ നടത്തിയ ശേഷമാണ് പൈലറ്റ് എടുത്ത തീരുമാനം ശരിയായിരുന്നുവെന്ന് അംഗീകരിച്ചത്. ദുരന്തം നടന്നിട്ട് 1 വർഷം തികയുന്ന വേളയിലാണ് അന്വേഷണ റിപ്പോർട്ടിനെ ചൊല്ലി വലിയ തർക്കം ഉടലെടുത്തിരിക്കുന്നത്. പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നുള്ള സാങ്കേതിക യാഥാർത്ഥ്യങ്ങൾ കൂടി പരിഗണിച്ച് പുനഃപരിശോധന നടത്തണമെന്നാണ് വ്യോമയാന മേഖലയിൽ നിന്നുള്ള ആവശ്യം.